PSC ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയ PSC പരീക്ഷ ഓഗസ്റ്റ് 22-ന് നടക്കും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയാണ് പരീക്ഷാ സമയം. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ HSS സ്കൂളിലെ സെന്റർ 2-ൽ രാവിലെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും ഈ തീയതിയിൽ പുനർപരീക്ഷ നടത്തും. അനിരു അശോകൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനിരു, എന്തായാലും പുനർപരീക്ഷയിൽ തീരുമാനമായിരിക്കുകയാണല്ലേ? പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടമാണ് ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ 18-ാം തീയതി PSC റദ്ദാക്കിയത്. ഇതോടൊപ്പം തന്നെ ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിൽ പരീക്ഷ എഴുതിയ ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയ 166 ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു 22-ാം തീയതി രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ ഉള്ള ഒരു സമയത്ത് പരീക്ഷ എഴുതാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് അന്ന് പരീക്ഷ എഴുതുക. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരീക്ഷാ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവർക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് 22-ന് നിശ്ചയിച്ചിരുന്ന ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പരീക്ഷ നവംബർ 21-ന് നടത്തുമെന്നുള്ളതാണ് PSC അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഗസ്റ്റ് 3-ാം തീയതി 3-ഉം 4-ഉം ഘട്ടങ്ങളുടെ പൊതു പ്രാഥമിക പരീക്ഷ നടക്കുന്നുണ്ട്. ഈ പരീക്ഷ എന്ന് പറയുന്നത് വിവിധ കമ്പനി കോർപ്പറേഷനുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികകളിലടക്കമുള്ള 10-ാം തല പൊതു പ്രാഥമിക പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ രണ്ടാം ഘട്ടത്തിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. അതായത് ഉച്ചയ്ക്ക് നടക്കേണ്ട ചോദ്യപേപ്പർ രാവിലെ ഈ ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദ് സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. ഇതൊരു 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി എന്നുള്ള വിവരം അറിയുന്നത്. എന്തായാലും ഈ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറിയതുമായി ബന്ധപ്പെട്ട് PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജിലൻസ് SP-ക്കാണ് അന്വേഷണ ചുമതല. ശരി, നന്ദി അനിരു അശോകൻ വിവരങ്ങൾക്ക്.